ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇതാണ്. ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം, അതാണ് നമുക്കിന്ന് സെറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കട്ടയായിട്ട് സിമെൻറ്റ് കട്ടയായിട്ടാണ് പടുക്കുന്നത്. അത് റൗണ്ട് ഒരു കട്ടയായിട്ട് പടുത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഇരിക്കാനുള്ള സ്ഥലം ബാക്കി വെച്ചിട്ട് പടവ് ചെയ്ത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യണം, മണ്ണൊക്കെ നിറച്ച് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരു ആപ്പിളിൻ്റെ രൂപത്തിൽ റൗണ്ടാക്കി എടുക്കണം. അതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മണ്ണൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് എന്ത് ചെയ്ത് അടിച്ചിട്ട് എല്ലാം ക്ലിയർ ചെയ്ത്, അതായത് അടിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലോട്ടാക്കി. ഇനിയാണ് നമുക്ക് ഒന്ന് ഉരുട്ടി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഉരുട്ടി സെറ്റ് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇരിക്കാനുള്ള ഭാഗം ഒക്കെ നമുക്ക് ഒന്ന് ലെവലാക്കിയിട്ടാൽ ഇന്നെന്തായാലും ഫുള്ളായിട്ട് പണിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പണികളെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഏകദേശം ഇപ്പോൾ രൂപമാക്കി കഴിഞ്ഞാൽ നാളെ ഫിനിഷ് പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം പിടിപ്പിച്ചൊക്കെ സെറ്റാക്കി റൗണ്ട് ചെയ്യണം. അപ്പോൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഏകദേശം നമ്മൾ റൗണ്ടൊക്കെ ചെയ്ത് നമുക്കൊരു തണ്ടും ഒരു നെട്ടിയും ഇലയും വേണം. അപ്പോൾ അത് നമ്മൾ കമ്പിമ ചെയ്താണ്. കമ്പിമ നമ്മൾ സിമെൻറ്റേറ്റ് ചെയ്ത് കാണ്ട് ഒന്ന് ഒരു ഇലയും ഒരു കമ്പും നിൽക്കുന്ന രീതിയിൽ ചെയ്ത്, അപ്പോൾ അതൊക്കെ പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ വളരെ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ അതിനുള്ള പണിയിലാണ്. ഇപ്പോൾ അതാ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നാളെ നല്ല ഫിനിഷിംഗ് ആക്കി തേക്കാൻ നോക്കും. ആ ഫിനിഷ് എപ്പം പിറ്റേ ദിവസമാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് സൈഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൊന്ന് നിസ്സാറാണ് അടിക്കുന്നുണ്ട്. നിസ്സാറ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പിറ്റേ ദിവസമാണ് ഈ ചെയ്യണ സംഭവം. അങ്ങനെ ഏകദേശം ഫ്രണ്ട് പേജ് നല്ല ഉരുട്ടി സെറ്റാക്കിയത്, പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗവും നമ്മൾ ഉരുട്ടിക്കൊണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആപ്പിളിൻ്റെ ഷേപ്പിലേക്ക് വന്ന് ഇനി വക്കും മൂലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. വക്കും മൂലം തേച്ച് അത്യാവശ്യം നല്ല സെറ്റപ്പായി റെഡിയാക്കിയാൽ മതി. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന ഇരിപ്പിടം അത് ഫിറ്റ് ലെവൽ കറക്റ്റായിട്ട് ചെയ്യും. ബാക്കിയുള്ളൊന്നും ലെവലും കാര്യങ്ങളില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏകദേശം ആപ്പിളിൻ്റെ ലെവലിൽ ആക്കിയിട്ട് വെക്കുകയാണ്. മറ്റേ ഇരിക്കുന്ന സ്ഥലം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഫിറ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് കാണ്ട് റെഡിയാക്കും. എന്നാലും അത് കാണുമ്പോൾ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശം ആ വക്ക് നമ്മൾ റെഡിയാക്കണം. ആ വക്കും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ റൗണ്ടിൽ നിന്ന് കറക്റ്റ് ചെയ്താൽ നമ്മൾ ആപ്പിളിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നല്ല അത്യാവശ്യം കുറച്ച് സ്ട്രോങ് കുമ്പായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മേലത്തെ റൗണ്ട് നമ്മളാണ് കറക്റ്റ് ചെയ്ത് ആപ്പിളിൻ്റെ കറക്റ്റ് ഇതും റൗണ്ട് ചെയ്ത്, ഇനിയിപ്പോൾ ഇരിക്കണ ഭാഗം കൂടി നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്താൽ മതി. മേലെ ആപ്പിളിൻ്റെ സൈഡിൽ ആ ചെരിവും ആ ഇല നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത്, ഇനിയിപ്പോൾ നമുക്ക് ഇനി കൂടുതൽ പണികളൊന്നും ഇനി ഇരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്താൽ നമ്മൾ ആപ്പിൾ ആയി. പിന്നെ ബാക്കിയുള്ള പെയിൻറ്റിങ്ങിലാണ്. അപ്പോൾ ഈ മേലെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാൻ കുറച്ച് ടൈമാണ്. കാരണം അവിടെ ഒരു കുഴി, ആപ്പിളിനൊരു കുഴി വരുന്നുണ്ടല്ലോ മേലെ, ആ കുഴിയാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇപ്പോൾ അതൊന്ന് സെറ്റായാലാണ് ഇനി ബാക്കിയുള്ള അടിയത്തെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടിയത്തെ പണികൾ ചെയ്യണം. അപ്പോൾ അടിയത്തെ പണികൾ പിന്നെ ചെയ്യണത് സാധാരണ തേക്കണ മാതിരി തന്നെ. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഫിനിഷ് ചെയ്യണത് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുവിധം തേപ്പുകാർക്കൊക്കെ അറിയാത്ത സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പിന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല. കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫിനിഷ് ചെയ്യണ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം വെയിലുണ്ടായതുകൊണ്ട് നമ്മൾ ദാർപ്പായിൻ്റെ അടിയിലാണ് പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് അത് മൂടിയിട്ട് കാണണം. അങ്ങനെ നമ്മൾ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിക്കാൻ തുടങ്ങി. ആദ്യം വൈറ്റ് വാഷ് അടിച്ചിരുന്നു. എന്നിട്ട് അതിന് വേണ്ടി റെഡ് കൊടുത്ത് ആപ്പിൾ വെട്ടിയ ഭാഗത്ത് എന്ത് ചെയ്തു, ഒരു മഞ്ഞല്ല നമ്മൾ ആപ്പിളിൻ്റെ കളറിലുള്ള ഒരു കളർ അടിച്ച്, പിന്നെ ഈ റെഡ് ഭാഗത്ത് രസം വൈറ്റ് യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് കണ്ട് ആപ്പിളിൻ്റെ സൈഡിൽ ചെറിയ ഇത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള പോലെയാണത്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ഓക്കെ, അടുത്ത പുതിയ വീഡിയോ